സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഗരത്തിലെ ഹോട്ടലുകളിൽ ഇന്നും പരിശോധന. പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. 4 ഹോട്ടലുകൾക്ക് നോട്ടീസ്. പാഠം ഉൾക്കൊള്ളാതെ ഉടമകൾ. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം. ജോലി ചെയ്യാനാവാതെ ആശാ വർക്കർമാർ. ഉപകരണമോ വേതനമോ നൽകാതെ ഫോൺ വഴി കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശം. CITUവിന്റെ നേതൃത്വത്തിൽ സംഘടിച്ച് ആശാ വർക്കേഴ്സ്. സർക്കാരിന് കീഴിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ആരംഭിച്ചു. ബിരുദാനന്തര കോഴ്സുകളിലേക്ക് UGC അംഗീകാരത്തോടെ പഠിക്കാമെന്ന് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K. ശ്രീവത്സൻ. വാർത്തകൾ വിശദമായി. നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ചിക്കൻ അടക്കമുള്ള വിഭവങ്ങൾ പിടിച്ചെടുത്തു. SN പാർക്കിലെ കഫേ മൈസൂൺ, താവക്കരയിലെ ഫുഡ് ബേ, കൊയിലി ഹോസ്പിറ്റലിന് സമീപമുള്ള ഹോട്ട് പോട്ട്, ബിനാലെ ഇന്റർനാഷണൽ ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്. SN പാർക്കിലെ കഫേ മൈസൂൺ, താവക്കരയിലെ ഫുഡ് ബേ, കൊയിലിക്ക് സമീപത്തെ ഹോട്ട്സ്പോട്ട്, ബിനാലെ ഇന്റർനാഷണൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചത്. ഇവയിൽ പഴകിയ ചിക്കൻ, മത്സ്യം, ബീഫ്, പൊറോട്ട തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഹെൽത്ത് സൂപ്പർവൈസർ PP ബൈജു, HIമാരായ C. ഹംസ, സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് വെള്ളിയാഴ്ച രാവിലെ റെയ്ഡ് നടത്തിയത്. KSEB പെൻഷൻ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുമ്പായി ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂർ വർഗീയ കലാപത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിഷ്ക്രിയത്വത്തിനെതിരെയായിരുന്നു പെൻഷൻകാരുടെ പ്രതിഷേധ സമരം. വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തോടെ തീരുമാനമെടുത്ത് ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത് ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് രാജ്യത്തിന് താൽപര്യം മുൻനിർത്തിക്കൊണ്ട് സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ മണിപ്പൂരിലെ ജനതയ്ക്ക് സാധ്യതയൊരുക്കാൻ കഴിയാവുന്നതേയുള്ളൂ. പക്ഷേ ആ കലാപത്തെ അമർച്ച ചെയ്യാൻ മണിപ്പൂരിലും ലോകലും ഹരിയാനയിലേക്കുമൊക്കെ പടർന്നു കത്തിക്കൊണ്ടിരിക്കുന്ന കലാപത്തെ അമർച്ച ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ അജണ്ടയിലില്ലാത്ത കാര്യമാണ് എന്നാണ് ഇതേവരേക്കുമുള്ള 3-4 മാസത്തെ അനുഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് രാജൻ ലൂയിസ് അധ്യക്ഷത വഹിച്ചു. AM ജോർജ്, K. പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ഹൈസ്കൂൾ 1990-91 SSLC ബാച്ച് സ്കൂളിൽ ഒത്തുചേരുന്നു. സ്മൃതിമധുരം എന്ന പേരിൽ നടക്കുന്ന കൂട്ടായ്മ TP വേണുഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂട്ടായ്മയാണ് ഓഗസ്റ്റ് 20 പഞ്ചായത്ത് ഹൈസ്കൂൾ അങ്കണത്തിൽ സംഗമിക്കുന്നത്. സ്നേഹസംഗമമായാണ് നമ്മൾ ഇതിനെ കാണുന്നത്. സ്മൃതിമധുരം സ്നേഹസംഗമമാണ് നമ്മുടെ ഈ സംഗമത്തിന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ ഗുരുക്കന്മാരായ അധ്യാപകരെ ആദരിക്കലും അവരുമായി സംവദിക്കലും മാത്രമല്ല നമ്മുടെ പ്രോഗ്രാം ജനറൽ കൺവീനർ പ്രദീപ് പയ്യനാട് അധ്യക്ഷത വഹിക്കും. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഫാമിലി ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി കണ്ടെത്താൻ സഹായിക്കും. A മുതൽ I വരെയുള്ള ഡിവിഷനുകളിലെ 300ഓളം പേർ പങ്കെടുക്കും. സ്വദേശത്തും വിദേശത്തുമുള്ള സഹപാഠികൾ നേരിട്ടും ഓൺലൈനായും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങളും ആദ്യകാല അധ്യാപകരെ ആദരിക്കലും നടക്കും. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ പ്രദീപ് പയ്യനാട്, TV രൂപേഷ്, ലിയോ ക്രിസ്ത്യൻ, VN അഷ്റഫ്, EK ജാബിർ, അഡ്വക്കേറ്റ് K. സ്മിത എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിലെ ഹോട്ടലുകളിൽ ഇന്നും പരിശോധന. പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. 4 ഹോട്ടലുകൾക്ക് നോട്ടീസ്. പാഠം ഉൾക്കൊള്ളാതെ ഉടമകൾ. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം. ജോലി ചെയ്യാനാവാതെ ആശാ വർക്കർമാർ. ഉപകരണമോ വേതനമോ നൽകാതെ ഫോൺ വഴി കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശം. CITUവിന്റെ നേതൃത്വത്തിൽ സംഘടിച്ച് ആശാ വർക്കേഴ്സ്. സർക്കാരിന് കീഴിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ആരംഭിച്ചു. ബിരുദാനന്തര കോഴ്സുകളിലേക്ക് UGC അംഗീകാരത്തോടെ പഠിക്കാമെന്ന് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K. ശ്രീവത്സൻ. ഓണം വന്നേ നന്ദിലച്ചി മാറ്റിൽ ഓണം വന്നേ നന്ദിലച്ചി മാറ്റിൻ ഗോൾഗല
ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 1 കിലോ സ്വർണം 1 പവൻ വീതം 125 പേർക്കും 5 മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടൂ. ഗോപു നന്ദില ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്കക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതിയിൽ പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക്, ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ജില്ലാ ബാങ്കിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്
ക്ഷാമബത്ത കുടിശ്ശിക ലഭിക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്ത ജീവനക്കാരുടെ ഒക്കെ തന്നെ പല പരിപാടികളിലും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ക്ഷാമബത്ത തന്നെയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇതുപോലുള്ള കേരള ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുക എന്ന് പറയുന്നത് സർക്കാരിന്റെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് നൽകാതെ പിടിച്ചു വെക്കുക, അത് കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഭരണകൂടത്തിന്റെ കഴിവുകേടാണ് എന്ന് നമ്മൾ കാണണം. അർഹമായ ക്ഷാമബത്ത ഉടൻ അനുവദിക്കുക, പേ റിവിഷൻ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ജില്ലാ ബാങ്കിന് മുമ്പിൽ ഏകദിന ഉപവാസ സമരം നടത്തിയത്. CA അജീർ, മുണ്ടേരി ഗംഗാധരൻ, അൻസാരി തില്ലങ്കേരി, മനോജ് കുമാർ കൂവേരി, P സുനിൽകുമാർ, MK ശ്യാംലാൽ, പ്രദീപ് കക്കറ, AK സതീശൻ, ഹഫ്സ മുസ്തഫ, TP സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ ഈ വർഷത്തെ കർഷക ദിനാഘോഷം സമുചിതമായി ആഘോഷിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ വിവിധ കൃഷിഭവനുകളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ തല ഉദ്ഘാടനം പുഴാതി മേഖലാ കമ്മ്യൂണിറ്റി ഹാളിൽ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ നിർവഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. ഇന്ദിര അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കൌൺസിലർമാരായ പന്നിയൻ ഉഷ, T. രവീന്ദ്രൻ, P. കൌലത്ത്, കൂക്കുരി രാജേഷ്, C. സുനീഷ, N. ശകുന്തള, CDS ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CK വിനോദ്, കൃഷി ഓഫീസർ TV ശ്രീകുമാർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റസ്ന KP, SBI പുഴാതി ബ്രാഞ്ച് മാനേജർ സുനയന രാജീവൻ, A. ഭരതൻ, V. അബ്ദുൾ കരീം, NM രമേശൻ, നിഷിൽ M. സുനിത ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ വെച്ച് നടന്ന കണ്ണൂർ കൃഷിഭവൻ തല പരിപാടി ഡെപ്യൂട്ടി മേയർ K. ഷബീന ടീച്ചറുടെ അധ്യക്ഷതയിൽ മേയർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. ഷമീമ ടീച്ചർ, A.P. രാജേഷ്, സിയാദ് തങ്ങൾ, കൌൺസിലർമാരായ അഷറഫ് P. PV ജയസൂര്യൻ, CM പത്മജ, ആസിമ CH, KM സാബിറ ടീച്ചർ, അഡ്വക്കേറ്റ് KL അബ്ദുൾ സലാം, കൃഷി ഫീൽഡ് ഓഫീസർ ശിവപ്രസാദ് KV, ഫാം ക്ലബ് സെക്രട്ടറി MV ജനാർദ്ദനൻ, അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ജോൺ S തുടങ്ങിയവർ പങ്കെടുത്തു. ചെലോറ സോണൽ ഓഫീസ് അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് AS ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ K. പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. എടക്കാട് കൃഷിഭവൻ തല ഉദ്ഘാടനം തോട്ടട സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഡെപ്യൂട്ടി മേയർ K. ഷബീന ടീച്ചർ നിർവഹിച്ചു. കൌൺസിലർ ബിജോയ് തയ്യിൽ അധ്യക്ഷത വഹിച്ചു. എളയാവൂർ കൃഷിഭവൻ തല ഉദ്ഘാടനം എളയാവൂർ സാംസ്കാരിക നിലയത്തിൽ നടന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. MLA രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കുന്നിൽ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ A. കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാകേഷ് മുഖ്യാതിഥിയായി. ചടങ്ങുകളോടനുബന്ധിച്ച് കർഷക സംഗമവും കാർഷിക സെമിനാറും കർഷകരെ ആദരിക്കലും നടന്നു. വിവിധ ചടങ്ങുകളിലായി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കോർപ്പറേഷൻ കൌൺസിലർമാർ, കൃഷി ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആരോഗ്യ വിഭാഗം ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് C. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ ജോലി സംബന്ധിച്ച് സർക്കുലർ നിലവിലുണ്ടെങ്കിലും മറ്റ് പല ജോലികളും മേലുദ്യോഗസ്ഥർ അടിച്ചേൽപ്പിക്കുന്നത് മൂലം സർക്കുലറിൽ പറഞ്ഞ ജോലികൾ പൂർത്തിയാക്കാനാകുന്നില്ലെന്ന് ആശാ വർക്കർമാർ പറഞ്ഞു. ഉപകരണമോ വേതനമോ നൽകാതെ ഫോൺ വഴി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളായാലും അവരുടെ പ്രശ്നങ്ങളെ ഒരു അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് പരമാവധി പരിഗണന നൽകി പോകുന്ന ഒരു സർക്കാരാണ് കേരളത്തിനുള്ളത്. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് മാത്രം തീരുമാനിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. ഇതൊരു കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആശമാർ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് സമൂഹത്തിൽ ഇന്നൊരു അനിവാര്യ ഘടകമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവരൊഴിവാക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. നമുക്കറിയാം, കോവിഡ് കാലത്ത് മറ്റാരേക്കാളും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവനമനുഷ്ഠിച്ചവരാണ് ആശാ വർക്കർമാർ. അവർക്ക് സാമ്പത്തികമായ ആനുകൂല്യങ്ങളൊന്നും നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റ് ചില പരിഗണനകളെല്ലാം നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യ മേഖലയിലെ ഈ സേവനത്തെ പരിഗണിച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടനയും
അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുമെല്ലാം നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ ആശാ വർക്കർമാരെ ആദരിച്ചിട്ടുണ്ട്, അനുമോദിച്ചിട്ടുണ്ട്. അവരുടെ പ്രതിനിധികളെ വിളിച്ച് ആദരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവരുടെ ജീവനപ്രധാനമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടികളും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഇതൊരു ദുഃഖസത്യമായി ഇന്ന് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ ശ്രീജ അധ്യക്ഷയായി. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, ജില്ലാ സെക്രട്ടറി രജനി മോഹൻ, VV പ്രീത എന്നിവർ സംസാരിച്ചു. ബീന കൃഷ്ണൻ, K പത്മിനി, K ലത, VV ദീപ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചൊവ്വ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന കർഷക ദിന പരിപാടികൾ വാർഡ് കൗൺസിലർ S ഷഹീദ ഉദ്ഘാടനം ചെയ്തു. കുട്ടിത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് TC മഷൂദ് നിർവഹിച്ചു. കർഷക ദിനാണ്. നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നവരെ ആദരിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ. അവരില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടോ? എന്തെന്നായാലും കർഷകരില്ലെങ്കിൽ നമ്മളൊക്കെ പട്ടികയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത കാണിച്ചുകൊണ്ടാണ് ചിത്രം പോകുന്നത് കർഷക ദിനമായിട്ട് കേരളം. സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരായ C വിനോദ്, സുരേഷൻ മാസ്റ്റർ, MK ജനാർദ്ദനൻ എന്നിവരെ ആദരിക്കുകയും സ്കൂളിനടുത്തുള്ള കൃഷിത്തോട്ടം കുട്ടികൾ സന്ദർശിക്കുകയും കർഷകരുമായി സൌഹൃദ സംഭാഷണം നടത്തുകയും ചെയ്തു. AO പ്രസന്നൻ, പ്രധാനാധ്യാപിക KP ഗീത, C രശ്മി എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കൾ, വിദ്യാലയ വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരിമിതികളെ തോൽപ്പിച്ച് ബഡ്സ് ഡേ ദിനാഘോഷം. കുടുംബശ്രീ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ തുടങ്ങിയത്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ 2004 കേരളത്തിലെ ആദ്യത്തെ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായത്. കുടുംബശ്രീ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ 2004 കേരളത്തിലെ ആദ്യത്തെ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ സ്ഥാപിതമായത്. വെങ്ങാനൂർ ബഡ്സ് സ്കൂൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ദിവസമായ ഓഗസ്റ്റ് 16 ഈ വർഷം മുതൽ ബഡ്സ് ഡേ ആയി ആഘോഷിക്കുകയാണ്. ബഡ്സ് സ്ഥാപനങ്ങളുടെയും അവയുടെ പ്രവർത്തനങ്ങളെയും കൂടുതൽ ജനകീയമാക്കുക, സമൂഹത്തിലെ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ഉൾച്ചേർക്കുക, രക്ഷാകർത്താക്കൾക്ക് മാനസിക പിന്തുണ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ബഡ്സ് ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്കൂൾ തലത്തിൽ ഓഗസ്റ്റ് 9 ഫലവൃക്ഷ തൈ നടീൽ, ഓഗസ്റ്റ് 11 ഗൃഹസന്ദർശനം, 15 സ്വാതന്ത്ര്യദിനാഘോഷം, രക്ഷാകർതൃ സംഗമം എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 16 ജില്ലാതല സംഗമവും സംഘടിപ്പിച്ചിരുന്നു. പരിപാടി രാവിലെ 10 മണിക്ക് നായനാർ അക്കാദമിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ കലക്ടർ S ചന്ദ്രശേഖർ IAS മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സുരേഷ് ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ, ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ, പിണറായി പ്രസിഡന്റ് KK രാജീവൻ, പയ്യാവൂർ പ്രസിഡന്റ് സാജു സേവ്യർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PM തനീഷ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ രാജേഷ് കുമാർ, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ അഞ്ജു മോഹനൻ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ദീപ PO തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി. സമ്മാനദാനം മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ നിർവഹിച്ചു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ചാല തന്നട ഈസ്റ്റ് LP സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C പ്രസീത ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത ജൈവ കർഷകനായ PP അശോകനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അതെല്ലാം നമ്മൾ ഒരു വിത്ത് ഇട്ടുകൊണ്ട് നമ്മൾ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അതെങ്ങനെയെല്ലാം നല്ല മാറ്റം വരുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾ പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് നല്ല ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് എന്നാൽ എങ്ങനെയാണ് ഈ സാധനം വരുന്നത് നമുക്കറിയില്ലല്ലോ. നമ്മൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലേ?
ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പം വരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം ഇവിടുന്ന് വരുന്നതാ, അന്യ സംസ്ഥാനത്തു നിന്നെല്ലാം വരുന്നതാണ് അല്ലേ. ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൃഷി ചെയ്യാൻ മടിയന്മാരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ല കർഷകരെല്ലാം ആയി മാറണം. നമ്മൾ വലിയ വലിയ ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വീട്ടില് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കൃഷികൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അത് ഈ സ്കൂൾ മുതൽ തന്നെ നമ്മൾ പഠിക്കണം. തുടർന്ന് കുട്ടികളുമായി അഭിമുഖ സംഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്ക് കാർഷിക ക്വിസ് മത്സരവും അടുക്കളത്തോട്ടം പദ്ധതിക്ക് തുടക്കം കുറിക്കലും നടന്നു. മദർ PTA പ്രസിഡന്റ് CV ഹാജറ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ P ഭൂപേഷ് സ്വാഗതവും KV മിനി നന്ദിയും പറഞ്ഞു. സർക്കാരിന് കീഴിലെ സംസ്ഥാനത്തെ ആദ്യ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ആരംഭിച്ചു. 2023-24 വർഷം ആരംഭിക്കുന്ന വിവിധ ബിരുദാനന്തര ബിരുദ പാഠ്യ പദ്ധതികളിലേക്കുള്ള പ്രവേശനമാണ് ആരംഭിച്ചത്. UGC അംഗീകാരമുള്ള കോഴ്സുകളിലേക്കാണ് പ്രവേശനം നൽകുകയെന്ന് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K ശ്രീവത്സൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UGC അംഗീകാരം ലഭിച്ച 22 ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കാണ് ഈ വർഷം പ്രവേശനം നൽകുന്നത്. ഓൺലൈനായി ഓഗസ്റ്റ് 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ ഈ കോഴ്സുകളിലേക്കുള്ള വിദൂര പഠന സൌകര്യം ഇനി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മാത്രമായിരിക്കും. 2020 ഒക്ടോബർ 2-ാം തീയതി സ്ഥാപിതമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 22 കോഴ്സുകളാണ് UGCയുടെ അംഗീകാരത്തോടുകൂടി ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. 12 UG പ്രോഗ്രാമുകളും 10 PG പ്രോഗ്രാമുകളാണ് ഉള്ളത്. ഇവ എല്ലാം തന്നെ UGCയുടെ 100% അംഗീകാരത്തോടുകൂടി നടത്തുന്ന കോഴ്സുകളാണ്. യഥാർത്ഥത്തിൽ മലബാർ റീജിയൻ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വാർത്തകളും ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സസിന്റെ വിശദാംശങ്ങളും രക്ഷിതാക്കളിലും കുട്ടികളിലും എത്തിയിട്ടില്ല. അത് വേണ്ട വിധം അതിനുവേണ്ട കവറേജ് നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. സംസ്ഥാനത്തെ വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിലായി 39 പഠന കേന്ദ്രങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കുണ്ട്. കേരളത്തിലെ കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു ബിരുദ പാഠ്യ പദ്ധതിക്ക് കൂടി പ്രവേശനം നേടാവുന്നതാണ്. UGCയുടെ മാർഗനിർദ്ദേശപ്രകാരമാണ് യൂണിവേഴ്സിറ്റി സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ TM വിജയൻ, ഡോക്ടർ CV അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗോപു നന്ദിലത്ത് G-മാർട്ടിന്റെ 50ാമത് ഹൈടെക് ഷോറൂം കണ്ണൂരിൽ. നാളെ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും ആകർഷകങ്ങളായ സമ്മാനങ്ങളും ഗോൾഡ് ഗോള ഓഫറും ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഷോറൂമിന്റെ ഉദ്ഘാടനം രാവിലെ 10:35 കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ നിർവഹിക്കും. ആദ്യ വിൽപ്പന ഡെപ്യൂട്ടി മേയർ K ഷബീന ടീച്ചർ നിർവഹിക്കും. സ്ഥിരം സമിതി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഷൈനി ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഗൃഹോപകരണങ്ങൾ 70% വരെ ഡിസ്കൗണ്ടിൽ G-മാർട്ട് ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഗോപുനന്ദി G-മാർട്ട് ഇന്ന് കണ്ണൂരിലേക്ക് വേണ്ടി 50ാമത്തെ ഷോറൂം ഗോപുനന്ദി G-മാർട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 10:35 ഗോപുനന്ദി G-മാർട്ടിൻ്റെ 50ാമത്തെ ഷോറൂം കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ തന്നെയല്ല സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ 1 ഗ്രൂപ്പാണ് ഗോപുനന്ദി ഗ്രൂപ്പ്. വിൽപ്പനയിലും വിൽപ്പനാന്ത സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപുനന്ദി G-മാർട്ട് ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ കണ്ണൂർ വന്നെത്തിയിരിക്കുന്നത്. G-മാർട്ട് ഗോൾഡ് കാല ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നു. അതിനോടൊപ്പം തന്നെ 1 കിലോ ഗോൾഡ് 1 പവൻ വീതം 125 കസ്റ്റമർക്കും ഞങ്ങൾ നറുക്കെടുപ്പിൽ നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് 5 മാരുതി ഇഗ്നിസ് കാറുകളും നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നു. അതിനോടൊപ്പം തന്നെ ഗോപുനന്ദി G-മാർട്ട് 70% വരെ ഗൃഹോപകരണങ്ങൾക്ക് ഡിസ്കൗണ്ടാണ് ഈ ഓണക്കാലത്ത് ഞങ്ങൾ നൽകുന്നത്. ഓണം സ്പെഷ്യൽ ഗോൾഡ് ഗാല ഓഫറിലൂടെ കോടികളുടെ സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഓഫർ കാലയളവിൽ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് 1 കിലോ സ്വർണം 1 പവൻ വീതം 25 പേർക്ക് നൽകുന്നു. 5 മാരുതി ഇഗ്നിസ് കാറുകൾ 5 പേർക്കായി നൽകുന്നുമുണ്ട്. ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റാണ് നൽകുന്നത്. ഓഫറുകൾക്ക് പുറമെ ഡിസ്കൗണ്ടുകളുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഗൃഹോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നതാണ് നന്ദിലത്ത് ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണം ഗ്രാമിന് 5410, പവന് 43,280, വെള്ളി 77 രൂപ. അറിയിപ്പ്. ഓർമ്മമരം ക്യാമ്പയിൻ 19 മുതൽ. മരങ്ങൾ നട്ടുവളർത്താൻ താൽപ്പര്യമുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന ഓർമ്മമരം ക്യാമ്പയിൻ ഓഗസ്റ്റ് 19 തുടങ്ങും. രാവിലെ 10 മണിക്ക് കലക്ട്രേറ്റ് പരിസരത്ത് ഓർമ്മമരം നട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങൾ, സംഘടനകൾ, വ്യക്തികൾ എന്നിവയുടെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. ബോണസ് തർക്കം ഒത്തുതീർന്നു. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ 2022-23 വർഷത്തെ ബോണസ് തർക്കം ജില്ലാ ലേബർ ഓഫീസർ എം മനോജിന്റെ സാന്നിധ്യത്തിൽ നടന്ന തൊഴിലുടമകളുടെ യോഗത്തിൽ ഒത്തുതീർന്നു. മുഴപ്പിലങ്ങാട് ബീച്ചിലെ വാഹന നിയന്ത്രണം പിൻവലിച്ചു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം മഴ കുറഞ്ഞ സാഹചര്യത്തിൽ പിൻവലിച്ചതായി DTPC സെക്രട്ടറി അറിയിച്ചു. അപകടം ഒഴിവാക്കാൻ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സെക്രട്ടറി അറിയിച്ചു. സീറ്റ് ഒഴിവ്. തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ BA ഹിസ്റ്ററി, BCom, BCA കോഴ്സുകളിൽ SC/ST, PWD വിഭാഗങ്ങളിൽ സീറ്റ് ഒഴിവ്. ഓഗസ്റ്റ് 21 വൈകിട്ട് 5 മണി വരെ അപേക്ഷ സ്വീകരിക്കും. ഫോൺ നമ്പർ 0490296600. വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് 22-ന്. കേരള വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് ഓഗസ്റ്റ് 22-ന് രാവിലെ 10 മണി മുതൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. ഭവന പുനരുദ്ധാരണ വായ്പയ്ക്ക് അപേക്ഷിക്കാം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം പട്ടികജാതി പട്ടികവർഗക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 5 ലക്ഷം രൂപയാണ് അനുവദിക്കുക. പ്രായപരിധി 18-നും 55-നും ഇടയിൽ. 5 ലക്ഷം രൂപയ്ക്ക് 7% പലിശ. തുക 72 തുല്യ മാസഗഡുക്കളായി തിരിച്ചടക്കണം. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും കോർപ്പറേഷനിലെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0497270536. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC, ST ആൻഡ് ST മാത്രം PSC 2022 സെപ്റ്റംബർ 5-ന് നടത്തിയ OMR പരീക്ഷയുടെയും 2023 മെയ് 18 മുതൽ 25 വരെ നടത്തിയ പ്രാക്ടിക്കൽ ടെസ്റ്റിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. പ്രതിഭാ പിന്തുണ പദ്ധതി അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തവരിൽ നിന്നും പ്രതിഭാ പിന്തുണ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 30 വയസ്സ് പ്രായമുള്ളവർക്കും അപേക്ഷിക്കാം. 2022-23 വർഷങ്ങളിൽ ഏതെങ്കിലും രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവരാകണം. അപേക്ഷയോടൊപ്പം ഏത് മേഖലയിലാണ് പ്രതിഭ തെളിയിച്ചതെന്നതിന്റെ സർട്ടിഫിക്കറ്റ്, ജാതി, വരുമാനം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് എന്നിവ ഉൾക്കൊള്ളിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 23. ഫോൺ നമ്പർ 049727000596. മാടായി ITIയിൽ സീറ്റ് ഒഴിവ്. മാടായി ITIയിൽ പ്ലംബർ, പെയിന്റർ, ജനറൽ എന്നീ ട്രേഡുകളിൽ SC/ST കുട്ടികൾക്കായി ഒഴിവുള്ള സീറ്റുകളിലേക്ക് നേരിട്ടെത്തി പ്രവേശനം നേടാം. താമസവും ഭക്ഷണവും സൗജന്യമാണ്. പോഷകാഹാരം, യൂണിഫോം അലവൻസ്, സ്റ്റഡി ടൂർ അലവൻസ്, പ്രതിമാസ സ്റ്റൈപ്മെന്റ്, ലക്സ് ഗ്രാന്റ് എന്നിവ പഠനകാലത്ത് ലഭിക്കും. ഫോൺ നമ്പർ 049728773000. LBS സെന്റർ ഫ്രാഞ്ചൈസികൾ അപേക്ഷ ക്ഷണിച്ചു. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഫ്രാഞ്ചൈസികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സാങ്കേതിക മേഖലയിലെ നൂതന കോഴ്സുകൾ വ്യാപിപ്പിക്കാനാണ് ഫ്രാഞ്ചൈസികൾ തുടങ്ങുന്നത്. തൊഴിൽ നൈപുണ്യം വളർത്തിയെടുക്കുന്നതിന് പ്രാപ്തമായ നൂതന സാങ്കേതിക വിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ്, റോബോട്ടിക് തുടങ്ങിയ മേഖലകളിലെ കോഴ്സുകൾക്കാണ് പ്രാമുഖ്യം. IT, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ, ഹെൽത്ത് കെയർ എന്നീ മേഖലകളിലെ കോഴ്സുകളുടെ നടത്തിപ്പുമായാണ് അപേക്ഷ ക്ഷണിച്ചത്. ഭൂരഹിതരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. തലശ്ശേരി താലൂക്കിൽ താമസക്കാരായ പട്ടികവർഗ വിഭാഗക്കാരിൽ ഭൂരഹിതരായവരുണ്ടെങ്കിൽ ഭൂമി അനുവദിച്ചു കിട്ടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എംപ്ലോയബിലിറ്റി സെന്റർ രജിസ്ട്രേഷൻ ക്യാമ്പ് 19-ന്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ചുള്ള എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തളിപ്പറമ്പ് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഓഗസ്റ്റ് 19-ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ജോലി ഒഴിവുകളിലേക്കായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുന്നു. രജിസ്ട്രേഷന് ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാധുതയുള്ള ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം. കൂടാതെ ആധാർ, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, പാൻ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയും ഹാജരാക്കണം. പ്രായപരിധി 50 വയസ്സിൽ കുറയരുത്. രജിസ്ട്രേഷൻ ഫീസ് 250 രൂപ. ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആജീവനാന്ത രജിസ്ട്രേഷൻ ചെയ്ത് തുടർന്ന് നടക്കുന്ന എല്ലാ ഇന്റർവ്യൂവിനും പങ്കെടുക്കാം. ഫോൺ നമ്പർ 0497270761062829420066.
ദേശീയ യുവക സംഘം വായനശാല ആൻഡ് ഗ്രന്ഥാലയം കാഞ്ഞിരിയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി കണ്ണൂരും ഇടൂഴിയിലം ആയുർവേദ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും ഓഗസ്റ്റ് 20 ഞായറാഴ്ച കാഞ്ഞിര വായനശാല അങ്കണത്തിൽ നടക്കും. കണ്ണൂർ കോർപ്പറേഷനിലെ 37, 38, 39 ഡിവിഷനിൽപ്പെട്ട കാഞ്ഞിര പ്രദേശത്തെ വയോജനങ്ങൾക്കായാണ് മരുന്നു വിതരണവും ക്യാമ്പും നടക്കുന്നത്. ബന്ധപ്പെടേണ്ട നമ്പർ 9746485543. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിലെ ഹോട്ടലുകളിൽ ഇന്നും പരിശോധന. പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. 4 ഹോട്ടലുകൾക്ക് നോട്ടീസ്. പാഠം ഉൾക്കൊള്ളാതെ ഉടമകൾ. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം. ജോലി ചെയ്യാനാവാതെ ആശാ വർക്കർമാർ. ഉപകരണമോ വേതനമോ നൽകാതെ ഫോൺ വഴി കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശം. CITUവിന്റെ നേതൃത്വത്തിൽ സംഘടിച്ച് ആശാ വർക്കേഴ്സ്. സർക്കാരിന് കീഴിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ആരംഭിച്ചു. ബിരുദാനന്തര കോഴ്സുകളിലേക്ക് UGC അംഗീകാരത്തോടെ പഠിക്കാമെന്ന് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K. ശ്രീവത്സൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.